തസ്മൈ നമഃ കർമ്മണേ. അങ്ങനെയെല്ലാം ഇരിക്കുന്ന കർമ്മത്തെ ഞാൻ നമസ്കരിക്കണു. ആരെയാണോ താൻ നമസ്കരിക്കാണ്ടായത്? കൊമ്പമീശ. വേറെ നമസ്കാരം എടോ, താൻ ആരെയാ നമസ്കരിക്കാൻ പോണത്? അയാള് കേമായിട്ടുള്ള നമസ്കരിക്കാനുള്ള പുറപ്പാട്. ആ നമസ്കാരം അവിടെ പോയി തുടങ്ങി. നോക്കൂ. ഇങ്ങനെ പല തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. വേറെ നമസ്കാരക്കാരൻ അവന്റെ കയ്യിലുള്ള ഒരു പ്രയോഗം. ഇങ്ങനെ നമസ്കാരം പല വിധത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ നമസ്കരിക്കണത് ആദ്യമായിട്ട് ഞാൻ കേൾക്കാം. എടോ, എന്തിനാണോ താൻ നമസ്കരിക്കണത്? കർമ്മത്തെ. ആരായാലും വേണ്ടിയില്ല, ആദ്യം നമസ്കരിക്കേണ്ടത് എന്തിനാ? കർമ്മത്തെ. കർമ്മം ചെയ്യാണ്ട് യാതൊന്നും സാധ്യമല്ല. കേട്ടോളൂ കേട്ടോ. എന്തോ പറയുന്നുണ്ട്, എന്തോ കേൾക്കുന്നുണ്ട്. അങ്ങനെയായ പോരാ, ഉത്സാഹിക്കണം താൻ. കർമ്മം ചെയ്യാണ്ട് യാതൊന്നും സാധ്യമല്ല. കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണോ കേമാവുക? ഞാൻ പല തരത്തിലുള്ള ആളുകളെയും നമസ്കരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ കണ്ടാറ് ഇദ്ദേഹം മഹാവിഷ്ണുവിന്റെ ആളാണെന്നാ തോന്നുന്നത്. അതാ ഈ കാലം നീട്ടി ഇങ്ങനെ ഇരിക്കണതേ. ഒരു അനന്തശയനന്റെ ഛായയുണ്ട്. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തെ കണ്ടത് ശിവന്റെ ആളാന്നാ തോന്നണത്. ഇദ്ദേഹത്തിന് ശൈവം മാത്രമേ പറയാനുള്ളൂ. ശിവന്റെ ആളുകളുണ്ട്, വിഷ്ണുവിന്റെ ആളുകളുണ്ട്, സുബ്രഹ്മണ്യന്റെ ആളുകളുണ്ട്. അതിന്റെ ഇടയിൽ ഭദ്രകാളി. എന്റെ രൂപം തന്നെ അങ്ങനെയാ, ഭദ്രകാളിയുടെ ഒരു ഛായ. ഇങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും ഇവിടെ ആരെയാ നമസ്കരിക്കേണ്ടായത്? താൻ. ഞാൻ കർമ്മത്തെയാണ് നമസ്കരിക്കണത്. എടോ, ഈ കർമ്മം എന്ന് പറഞ്ഞാൽ ഇത്ര കേമായിട്ടുള്ള ഒരു സംഗതിയാണോ? ഞാൻ ആദ്യമായിട്ടാ കേൾക്കണത് കർമ്മത്തെ. ഇങ്ങനെയുണ്ട് ഒരു സാധനം. ഓ, താൻ തന്നെ ഒരു കുന്തായിട്ട് അവിടെ നിൽക്കണത്. ചിലപ്പോഴേ ഒരാൾ ഇപ്പൊ ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാത്? കർമ്മം. എന്നാ താന്ന് വഴി മാറി കൊടുക്കുക. മാറുന്നോളൂ. എടോ, കർമ്മം ചിലപ്പോ വരും. ഇനി വേറെ ആളുകൾ പറയണ കേട്ടിട്ടുണ്ട്. എടോ, ഞാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തിനാടോ? ഒരാളിപ്പോ വരും. ആരാത്? കർമ്മം. ഇങ്ങനെ ആരെങ്കിലും പറയണ കേട്ടോ? കർമ്മം കർമ്മം എന്ന് പറഞ്ഞാൽ അവനവൻ മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യണ ക്രിയയാണ് കർമ്മം കർമ്മം എന്ന് പറയണത് അല്ലേ? ഇതൊക്കെ കർമ്മം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്ന ആളുകളല്ലേ? ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യമൊക്കെ സുഖ എന്താ? ഓരോരുത്തർക്കും ഓരോ തരത്തിലാ സന്തോഷം ഉണ്ടാവുക. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഭൂമിയിൽ ധാരാളം യാഗങ്ങൾ നടന്നാലാണ് ദേവന്മാർക്ക് സന്തോഷമാവുക അല്ലേ? ഇനി നല്ലോണം ഭക്ഷണം കിട്ടിയാൽ ആർക്കാ സന്തോഷം ഉണ്ടാവുക? ബ്രാഹ്മണർക്ക് സന്തോഷം. എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കിട്ടിയാലാണ് സന്തോഷമാവുക. അതുകൊണ്ടാണ് തിരുവട്ടി ഇങ്ങനെ കൂടിയേക്കണത്. ഇനി അത് മാത്രല്ല, വൈദ്യന്മാർക്ക് എപ്പോഴാ സന്തോഷം ഉണ്ടാവും? രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ഇല്ലേ? എത്ര ആശിക്കണമില്ല രോഗികൾ വരാൻ വേണ്ടിയിട്ടാ. ഓരോരുത്തർക്കും ഓരോ തരത്തിലാ സന്തോഷം ഉണ്ടാവുക. ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. അദ്ദേഹം കർമ്മം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് കർമ്മം. എടോ, ഇത്രയ്ക്കൊക്കെ വൈഭവം ഉണ്ടോ? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെക്കാളൊക്കെ കേമനാണോ തന്റെ കർമ്മം എന്നാണെങ്കിൽ അവര് പോലും ഏത് ഈശ്വരനായാലും വേണ്ടിയില്ല, ഈശ്വരന്മാരെ കർത്താവ് എന്നാണല്ലോ പറയാം. ഏത് കർത്താവായാലും വേണ്ടിയില്ല, കർമ്മത്തിന് അധീനനാണ് ഇല്ലേ? ആദ്യം ഒന്ന് താൻ ആലോചിച്ച് നോക്കുക. ബ്രഹ്മാവ് കർമ്മത്തിന് അധീനനാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്താ? സൃഷ്ടി. എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അദ്ദേഹം കർമ്മത്തിന് അധീനനായി. പിന്നെ ആരാ? മഹാവിഷ്ണു. വിഷ്ണുവും കർമ്മത്തിന് അധീനനാണ്. അതെന്താ? അദ്ദേഹം അവതാരങ്ങൾ ഓരോന്നും വേണേ. ഈ അവതാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ജനിക്കുക, മരിക്കുക, മരിക്കുക, ജനിക്കുക. ഇതന്നെയാണ് ആ വിദ്വാന്റെ പ്രവൃത്തി. എന്താ? ജനിക്കുക, മരിക്കുക, മരിക്കുക, ജനിക്കുക, ജനിക്കുക, മരിക്കുക. അങ്ങനെ മത്സ്യമായിട്ടും കൂർമ്മയായിട്ടും വരാഹായിട്ടും നരസിംഹായിട്ടും തുടങ്ങിയിട്ടുള്ള പല രീതിയിലും അദ്ദേഹത്തിന് അവതാരം എടുക്കേണ്ടി വന്നു. ഇനി ഇവരുടെയൊക്കെ കാര്യം ഭേദ. ശ്രീപരമേശ്വരന്റെ കാര്യം ആലോചിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്താ? കപാലുമായിട്ടായിരുന്നു നടക്കുക. ശിവന്റെ കഥയിൽ ഇങ്ങനെ എല്ലാവരും കർമ്മത്തിന് അധീനന്മാരാ. ഇവിടെ കർമ്മം എന്ന് പറയുന്നത് വളരെ ശ്രേയസ്സായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മാത്രമല്ല, കർമ്മത്തിന്റെ വൈഭവം അറിയണമെങ്കിൽ ഞാൻ സാരം ചെറിയൊരു കഥ പറയാം. വല്ലാണ്ട് അധികം നേരമൊന്നും പറയില്ല കേട്ടോ. ഇതിപ്പോ ചെലുത്തണേന്റെ സമയ. വല്ലാണ്ട് നീട്ടിയാൽ അത് ആക്ഷേപം. ആവശ്യത്തിനേ പറയുള്ളൂ. ഓണ്ടകിഴിയാ മൂസ്. ഇത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല. ഇങ്ങനെ ഉരുട്ട് മെഷി നോക്കിയിരിക്കാണ്ട് മൂസന്റെ ഒരു പ്രകൃതി എന്താ? മൂസ് വളരെ കേമനായിട്ടുള്ളൊരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം അവിടെ സുഖമായിട്ട് കൂടുക.
അദ്ദേഹം വിവാഹമൊക്കെ കഴിച്ചു. വിവാഹം കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായത്? അദ്ദേഹത്തിന് സന്തതികളില്ലാണ്ടേ. അദ്ദേഹത്തിന് ആകെ വിഷമായി. അയ്യോ, ഇപ്പൊ എന്താ വേണ്ടത്? ഇപ്പൊ ആളുകളോട് മുഴുവൻ ചോദിക്കാൻ പറ്റുമോ? എടോ എനിക്കെന്താ സന്തതി ഇല്ലാണ്ടിരിക്കണേ എന്ന് ചോദിക്കാൻ പറ്റുമോ? ആളുകൾ എന്താ പറയാ, തന്റെ ഉത്തരവാദിത്തം എന്നും പറയും. അതുകൊണ്ട് ഇത് അധികം ആളുകളോട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രിയനായിട്ട് ഒരാളോട് ചോദിച്ചു, എടോ എനിക്ക് സന്തതി ആവണില്ലടോ, എന്താ ഞാനിപ്പോ ചെയ്യേണ്ടത്? എടോ അതൊക്കെ തന്റെ കർമ്മന്നേ പറയാനുള്ളൂ. താനൊരു കാര്യം ചെയ്യുക, സൽക്കർമ്മങ്ങൾ നല്ലോണം അനുഷ്ഠിക്കുക, മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? സന്തതികൾ ഉണ്ടാവും, സന്താനങ്ങൾ ഉണ്ടാവും. അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. ആദ്യം പ്രസവിച്ചു. ഭാര്യ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താ? ഏത് കുട്ടിയെ പ്രസവിച്ചു എന്ന് അതിന്റെ അർത്ഥം പെൺകുട്ടിയെ. അതുകൊണ്ടാണ് പ്രസവിച്ചു എന്ന് പറയുന്നത്. ആൺകുട്ടിയായാലും എന്താ പറയാ? ഉണ്ണി ഉണ്ടായി എന്നാ പറയാ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസേ. ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോ മൂസിന് സന്തോഷമായി. എന്താ? ഇത് പ്രസവിക്കുന്ന ഉറപ്പായി. ഇത്രയും നാള് നിരീക്ഷത് പ്രസവിക്കില്ല, അതിപ്പോ പ്രസവിക്കുന്ന ഉറപ്പായി. അങ്ങനെ ഒന്നാമത്തെ ഗർഭം ഉണ്ടായി. രണ്ടാമതൊരു ആൺകുട്ടി ഉണ്ടാവണം, ഉണ്ണി ഉണ്ടാവണം, നല്ല മോഹം ഉണ്ടായി. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതെന്താന്ന് പറയുന്നില്ല, അതൊക്കെ ആലോചിച്ച് നോക്കിക്കോളാം. അതൊക്കെ കഴിഞ്ഞു. രണ്ടാമത്തേതും ഒരു പ്രസവമായി. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതും ഒരു പെൺകുട്ടി. മൂന്നാമത്തേത് പ്രസവിച്ചു. അപ്പോഴെന്താ ഉണ്ടായത്? ഈ രണ്ടാളുകൾക്കും കൂടി ഒരു അനിയത്തി, അതും ഒരു പെൺകുട്ടി. അങ്ങനെ പെൺകുട്ടികൾ ധാരാളം അദ്ദേഹത്തിന് ഇല്ലത്തായി എന്ന് മാത്രമല്ല, അവർക്കിടാൻ പേരിന് ക്ഷാമായി. ആദ്യം താത്രീന്ന് വിളിച്ചു, ചില കുട്ടികളെ ഇട്ടിത്താത്രീന്ന് വിളിച്ചു, കുറച്ച് ആളുകളെ നങ്ങേലിന്ന് വിളിച്ചു, ചില ആളുകളെ നങ്ങയ്യ എന്ന് വിളിച്ചു. അത് കുട്ടികളുടെ എണ്ണം ഇങ്ങനെ തരതരായിട്ട് വർധനവായി. കുറച്ച് കഴിഞ്ഞപ്പോഴോ കുഞ്ഞെന്ന് വിളിക്കാൻ തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോഴോ കുഞ്ഞൂഞ്ഞെന്ന് വിളിക്കാൻ തുടങ്ങി. അതിനൊരു പേര് ഇപ്പൊ കേൾക്കാനില്ല, കുഞ്ഞൂഞ്ഞ്. അങ്ങനെ പല പേരുകളുമായി. ഈ ഇദ്ദേഹത്തിന് ഉത്സാഹത്തിന് കുറവൊന്നുമില്ല, സന്താനങ്ങൾ നല്ലോണം ഉണ്ടാവുന്നുണ്ട്, പേരില്ലാണ്ടേ. അപ്പൊ എന്തുണ്ടായത്? വിളിക്കാൻ പറ്റിയ ചില പേരുകൾ ഇട്ടു. ഇപ്പൊ പേരിന്റെ കാര്യമൊന്നും പറയാത്തതാ ഭേദം അല്ലേ? എന്തെങ്കിലുമൊക്കെ പാത്രം വീണ ശബ്ദത്തിലാ പേരുണ്ടാവുക. എന്താ പേര്? അത്രേ ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെയാണെങ്കിൽ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കുട്ടിക്ക് വേണം, അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കുട്ടിക്ക് വേണം. അച്ഛന്റെ പേരെന്താ? നാരായണൻ. അമ്മയുടെ പേരെന്താ? യമുന. അച്ഛന്റെ പേരെന്താ? കൃഷ്ണൻ. അമ്മയുടെ പേരെന്താ? മീര. ഇങ്ങനെയാണ് ഇവിടെ പേരുണ്ടാവുന്നത്. ഇവിടെ പേരില്ലാന്ന് മാത്രല്ല, ഓരോ പേരുകൾ ഇടാൻ തുടങ്ങി. എന്തൊക്കെയാണ്? വീട്ടില് ഉള്ള എളുപ്പമായിട്ടുള്ള സാധനങ്ങളുടെ പേര്. ചില കുട്ടികൾക്ക് എന്താ പേര്? ചെരവ, ചെരവന് ആട്ടുകല്ല്, ചില അമ്മിക്കല്ല്, പിച്ചാത്തി, ഇങ്ങനെ ഓരോ പേരുകൾ ഇങ്ങനെ ഇട്ട് തുടങ്ങിയെന്ന് മാത്രല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവസാനായിട്ട് ഒരു ആൺകുട്ടി ഉണ്ടായി. ആൺകുട്ടി ഉണ്ടായെന്ന് മാത്രമല്ല, മൂസിന് അതിന് നോക്കേണ്ട ഭാരമൊന്നുമില്ല. എന്താ? അനവധി സഹോദരിമാരുണ്ട്. അവരെല്ലാവരും കൂടെ അതിനെ നോക്കും, പരിപാലിക്കും, ലാളിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു എന്ന് മാത്രമല്ല, അതാ നല്ലൊരു ഉണ്ണി ഉണ്ടായി. എന്താ അതിന്റെ ഒരു ഭംഗി നോക്കൂ. ബ്രഹ്മസൃഷ്ടി നന്നാവണമെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവണം. അതിനൊരു ഐശ്വര്യം കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ ഉണ്ണി ഉണ്ടായെന്ന് മാത്രമല്ല, ഈ സഹോദരിമാർ അവരോടുകൂടെ എല്ലാവരോടും കൂടെ ഇല്ലത്തിന്റെ പുറമളപ്പില് ഒരു പ്രദേശമുണ്ട്. അവിടെ എല്ലാവരും കളിക്കാൻ പോകാൻ തുടങ്ങി. നോക്കിയപ്പോഴാണ് അവിടെ ഒരു കിണറുണ്ട്. അത് ഉപയോഗത്തിലുള്ളതൊന്നുമല്ല. ആദ്യം ഒരുത്തി അതിലേക്ക് ഇറങ്ങി അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അതിൽ നിഴല് കാണാൻ പറ്റും, പ്രതിബിംബം. എടീ, ഇതിലെന്റെ കണ്ണ് കാണാനുണ്ട്. ഇപ്പോഴാ മറ്റുള്ളൂ നോക്കിയത്. എടീ, നിന്റെ കണ്ണല്ലേ കണ്ടുള്ളൂ, എന്റെ മൂക്കും കൂടെ കാണാനുണ്ട്. എടീ, നിന്റെ മൂക്കല്ലേ കാണുന്നുള്ളൂ, ഞാൻ നാവ് പുറത്തേക്കിട്ടപ്പോ എന്റെ നാക്കും കൂടെ കാണാനുണ്ട്. ഇതെല്ലാം കാണാനുണ്ട്. അങ്ങനെ ഓരോരുത്തരും നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഉണ്ണി, ചെറിയ ഉണ്ണി, അതിന്റെ മീതെ ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ മീതെ കയറി നിന്നു എന്ന് മാത്രല്ല, കീഴ്പ്പെട്ട് നോക്കി. അതോടുകൂടെ ചാടപാട ഉണ്ണി അങ്ങോട്ട് താഴോട്ട് വീഴുകയും ചെയ്തു. ആ അനവധി ക്ലേശം സഹിച്ച് പ്രതീക്ഷിച്ചും കൊണ്ടുണ്ടായ ഉണ്ണി ഒരു നിമിഷം കൊണ്ട് വീണ് മരിച്ചു. സിദ്ധി കൂടെ ഉണ്ടായത്. ഇതിനാണ് കർമ്മം എന്ന് പറയണത്. അങ്ങനെയുള്ള കർമ്മത്തെ ഞാൻ നമസ്കരിക്കണു. ഇനി ഇതൊന്നും പറയണ്ട, എന്റെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഞാൻ എങ്ങനെ സുഖമായിട്ട് കൂടിയിരുന്ന ആളാ. ഇത്രേ സമൃദ്ധി ഉണ്ടായിട്ട് എന്നെ പോലെ ഒരാളും ഇല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഇവിടെ വരേണ്ട ഒരവസ്ഥ വന്നൂലോ എന്നാ ഞാൻ ഇരിക്കണത്. അതെന്താ? ഞാൻ എന്റെ ഇല്ലത്ത് സുഖമായിട്ട് കൂടുക. ഇല്ലത്തെ സുഖ എന്ന് പറഞ്ഞാൽ പരമാനന്ദം എന്നേ പറയാനുള്ള ഐശ്വര്യമായിട്ട്, വളരെ സമൃദ്ധിയായിട്ട് എൻ്റെ ഇല്ലത്ത് ഞാൻ അങ്ങനെ കൂടുക.
അങ്ങനെ കൂടെ നേരത്തെ അസ്മാദികൾ എല്ലാവരും എന്റെ ഗൃഹത്തിൽ വന്നത് എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും. ഇതെല്ലാവരും മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുണ്ട്. എല്ലാവർക്കും ഈ ആവരണം ഉണ്ടാവില്ല. ഇതുള്ളതുകൊണ്ട് ഇത് ഏതാണെന്ന് മനസ്സിലാവില്ല. കുറച്ച് നാളൊക്കെ മുഖം മറിച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. ഇപ്പൊ ദേഹം തന്നെ മറിച്ചു തുടങ്ങിയില്ല. ഇതിൽ എന്തോ രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നത് കുറച്ചെണ്ണം എല്ലാവർക്കും. അപ്പൊ എല്ലാവരും ഉണ്ട്. ആരൊക്കെയാണ്? എലിവാലൂശി, ചേരവാലൂശി, കടവത്ത് കല്ലൂശി, മോർപ്പാള കേശവൻ, വിഡ്ഢി, വിഡ്ഢം വിഴുങ്ങി, ഐക്കോൽമ കാക്ക, തൂണങ്കൽ കൽപ്പട, എല്ലാവരും ഹിരണ്യൻ, പ്രജാപതി, എല്ലാവരും ഉണ്ട്. എനിക്ക് അവരെ കണ്ടപ്പോ ഒരു വിഷമുണ്ടായി. എന്താ? എനിക്ക് എന്താ വെച്ചാൽ ഒരു അസുഖമുണ്ട്. എന്താ വെച്ചാൽ ആളുകളെ കണ്ടാൽ എനിക്ക് അഭിമുഖീകരിക്കാൻ വയ്യ. അങ്ങനെ ചില ആളുകളില്ലേ, ആളുകളെ കണ്ടപ്പോടും ഇത് എന്തിനാ മനസ്സിലാവില്ല. അതെ അഭിധാന ഓർഡർ കണ്ടില്ലേ? അതെന്താ? ആളുകൾ അനവധി വരുന്ന കണ്ടാൽ അവരെ അഭിമുഖീകരിക്കാൻ വയ്യാണ്ടാവും. അപ്പൊ എന്താ ചെയ്യാ? ഓടും. എന്നിട്ട് ഗൃഹത്തിലെ ആളുകളോട് പറയും, അവര് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അത് ഒരു അവസ്ഥ, അതൊരു അസുഖത്തിന്റെ അവസ്ഥ. എനിക്കും അങ്ങനെ ചിലതൊക്കെ ഉണ്ടായി. എനിക്ക് സ്വതേ ഉണ്ട് ഇങ്ങനെ ഉള്ളതേ. ഞാൻ അങ്ങനെ ഇരുന്നു. എല്ലാവരും വന്നു എന്ന് മാത്രമല്ല, അവരെല്ലാവരും എന്റെ മുന്നിൽ വന്ന് തൊഴുത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ഏട്ടകള് എന്നെ കാണാൻ വന്നതല്ലേ, അപ്പൊ ഞാൻ എന്റെ അഹങ്കാരം ഒന്ന് അങ്ങോട്ട് കൂട്ടാം. ഞാൻ ഞെളിഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്നു. എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് എന്താ എല്ലാവരും എന്നെ കാണാൻ പുറപ്പെട്ടത്? സ്വതേ അവരാരും എന്നെ കാണാൻ വരാറില്ല. അവരെന്നെ ഒരു മൂർഖനായിട്ടാണ് കണക്കാക്കിയേക്കുന്നത്. മൂർഖനോ? മൂർഖൻ എന്ന് പറഞ്ഞാൽ എന്താ? പാമ്പ്. ഇവിടെ ഉണ്ടത് ചില ദിക്കിലേക്കൊക്കെ പോയാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത്? പാമ്പ്. മൂർഖൻ എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നല്ല കേട്ടോ. മൂർഖൻ എന്നുള്ള വാക്കിനർത്ഥം എന്താ? പൊട്ടൻ. അങ്ങനെ പറയാൻ വയ്യ. എന്താ? അങ്ങനെ ഒരാളെയും സംബോധന ചെയ്യരുത്. അതെന്താ? അതൊരവസ്ഥയാ. ആ അവസ്ഥയെ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല? ചൂഷണായിട്ട് പറയാൻ പാടില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഇല്ലേ. സ്വതേ ഈ മൂർഖനാവണം എന്നുണ്ടെങ്കിൽ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവണം. ഇതൊക്കെയാത്: ഗച്ഛാമി, ഹസന്ന വച്മി, ദത്തന്ന ശോചാമി, കൃതം സ്മരാമി, ദ്വയോത്രയോ ന ഭവാമി രാജൻ. ഇങ്ങനെ കുറെ ലക്ഷണങ്ങളുണ്ട്. ആദ്യത്തെ മൂർഖനായുള്ള ലക്ഷണം എന്താ? ഖാതന്ന ഗച്ഛാമി. അങ്ങനെ പറഞ്ഞാൽ എന്താ? നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അത് മൂർഖന്മാരുടെ ലക്ഷണം. ഒരു സ്ഥലത്തെത്തിയാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടും. അത് കിട്ടിയാലോ ഇത് നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അത് നന്നല്ല. ഇപ്പോ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പറയാത്തതാ ഭേദം. ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, അത് കഴിച്ചാൽ വേഗത്തിൽ മേപ്പട്ടേക്ക് പോവാം. എന്താ പേര്? കുഴി. അത് കഴിച്ചാൽ എന്താ ഉണ്ടാവുക? വലിയ താമസം ഇല്ലാണ്ട് കുഴിയിൽ കിടക്കാം. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുക. അതിനാണ് ഖാതന്നഗച്ഛാമി. ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുക. അത് അവരുടെ ലക്ഷണം. പിന്നെ എന്താ ഉള്ളത്? ഹസന്ന വച്മി. ചിരിച്ചുകൊണ്ട് വർത്താനം പറയാ. ഇവിടെ അതേ ഉള്ളൂ എന്നാ തോന്നണത്. സത്യമായിട്ട് നിങ്ങൾ ചികിത്സ പഠിക്കാനായിട്ട് പുറപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങളെ ചികിത്സിക്കാനായിട്ട് വന്നോ? അപ്പൊ ഏതാന്ന് എനിക്കിപ്പോ മനസ്സിലാവില്ല. ചിരിച്ചോണ്ട് വർത്താനം പറയാന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ചിരിക്കാം. അത് തന്നെ തന്റെ കാര്യം തന്നെയാ പറയുന്നത്. ഓ, താൻ എവിടെയായിരുന്നു? അല്ലേ? താൻ എവിടെയായിരുന്നു? ചിരിക്കാണ്ടിരിക്കുക. തന്നെ ഞാൻ കണ്ടില്ല. താൻ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. എടോ, താൻ എവിടെയായിരുന്നു? ചിരിക്കാണ്ട് പറയാ. അമ്മാതോ? അവിടെ എന്താ വിശേഷം? അവിടെ എന്താന്ന് പറയാ? എടോ, വിശേഷം എന്താന്ന് പറയാ? എടോ, വിശേഷം എന്താന്ന് പറയാ? അച്ഛൻ മരിച്ചു. അച്ഛൻ മരിക്കണേന് ഇത്ര ചിരിച്ചു പറയാൻ? ഇത് കേട്ടാ തന്നെ അച്ഛൻ മരിക്കും. ഇതാണ് ചിരിച്ചോണ്ട് വർത്താനം പറയാ. അതാണ് ഹസന്ന വച്മി. പിന്നെ എന്താ? ദത്തന്ന ശോചാമി. എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ അത് പറഞ്ഞോണ്ടിരിക്കുക. ഓ,
ഇത് പോയിട്ട് ചെയ്തു കേട്ടോ. ഞാനിതിപ്പോ പോയത് നേരെയാക്കിയത് കണ്ടില്ലേ? കുറച്ച് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും. ഞാൻ നേരത്തെ നേരെയാക്കിയത് കണ്ടില്ലേ? ഇതാണ് അത് പറഞ്ഞോണ്ടിരിക്കുക. പിന്നെന്താ, ഒന്നോ രണ്ടോ ആളുകൾ വർത്താനം പറയണതിന്റെ ഇടയിൽ പോയി നിൽക്കുക കേട്ടോ. ഇതും അവരുടെ ലക്ഷണം. അതെന്താ അങ്ങനെ നോക്കാനുള്ള കാരണം എന്താ? അതിനൊരു കാരണമുണ്ട്. എന്താ, അവനോന്റെ സ്വത്വത്തെ പറ്റി ചിന്തിക്കാതെ കണ്ടിരുന്ന് മറ്റുള്ള ആളുകൾ എന്താണോ പറയണത് അത് നോക്കാനുള്ള ഉത്സാഹം എപ്പോഴാണ് ഉണ്ടാവുക? ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമ്പോഴാണ് ഉണ്ടാവുക. അതിനാണ് അങ്ങനെ പറയണത്. അങ്ങനെ നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ചിരിച്ചുകൊണ്ട് വർത്താനം പറയുക, ഇങ്ങനെയുള്ള എന്ത് ചെയ്താലും അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നോ രണ്ടോ ആളുകൾ വർത്താനം പറയുക, അതിന്റെ ഇടയിൽ പോയി നിൽക്കുക. ഇനി അത് മാത്രല്ല, വേറെ കുറച്ചും കൂടി ഉണ്ട്. എന്താ, കാക്കയുടെ പല്ലുണ്ട്. കാക്കയുടെ പല്ലുണ്ട്. ആ കാക്കയല്ല കേട്ടോ. കാക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങടൊക്കെ ഒന്ന് പറഞ്ഞ അർത്ഥം മാറും. കാക്ക എന്ന് പറഞ്ഞാൽ കറുത്തിട്ടുള്ള ജന്തു. ഇപ്പൊ കറുപ്പിന്റെ കാര്യമൊന്നും പറയാൻ പറ്റാത്തൊരു കാലം. കറുപ്പ് കാക്ക എന്നൊക്കെ പറഞ്ഞ അപകടമാവും. ഈ കാക്കയുടെ പല്ലുണ്ട്. നോക്ക നല്ലൊരു കാക്കയുണ്ട്. അങ്ങോട്ട് നോക്ക, എന്റെ വായിലേക്ക് നോക്കുക. എന്റെ മുഖത്തല്ല, അതിന്റെ വായിലേക്ക് നോക്കുക. അത് കൊക്കോണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കാണ്ടില്ലേ? എത്ര പല്ലുണ്ട് നോക്കുക. ഞാൻ ഒരു കല്ലോണ്ട് അതിനെ എറിയും. അപ്പൊ താ നോക്കിക്കോളൂ. മനസ്സിലായില്ലേ? എന്നെ നോക്കാനല്ല, കാക്കയെ നോക്കാൻ. ഞാൻ ഇപ്പൊ എറിഞ്ഞ അപ്പൊ നോക്കിക്കോളൂ, പിന്നെ കാണില്ല. എന്നെ നോക്കാൻ എങ്ങനെയാണ് ഏരിയ വങ്കിട നോക്കുക. അപ്പൊ വിദ്വാനുണ്ടോ? അത് വെറുതെ ഇരിക്കണ ആളുകളുടെ സമ്പ്രദായം. അപ്പൊ കാക്കയ്ക്ക് വല്ല പ്രയോജനം ഉണ്ടോ? എണ്ണാണ് ആളുകൾക്ക് പ്രയോജനം ഉണ്ടോ? ഇത് കാട്ടിക്കൊടുക്കണ ആളുകൾക്ക് പ്രയോജനം ഉണ്ടോ? ഇതാണ് അവരുടെ ഒരു ലക്ഷണം. ഇനി അത് മാത്രല്ല, ആടിന്റെ തൂക്കം നോക്കുക. ആടിനെ എടുത്തു പൊക്കി തൂക്കം നോക്കുക. അതും ലക്ഷണം. ആടിനെ കണ്ട അപ്പൊ പൊക്കാൻ തോന്നും. ഇപ്പൊ ആടിന്റെ ഒരു സമയമാണല്ലോ ഇപ്പൊ. ആടിന്റെ കഥയൊക്കെ ഇപ്പൊ കേമാവണ ഒരു സമയമാണ്. ഈ ആടിനെ എടുത്ത് പൊക്കുക കേട്ടോ. അതിന് എത്ര തൂക്കുണ്ടെന്ന് നോക്കുക. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. അപ്പൊ കാക്കയുടെ പല്ലുണ്ട്, ആടിനെ തൂക്കി നോക്കുക. ഇങ്ങനെ പല തരത്തിലുള്ള ലക്ഷണവും അവർക്കുണ്ടാവും. എനിക്ക് അങ്ങനെയുള്ള ലക്ഷണമൊന്നുമില്ല. എന്നിട്ട് എന്നെ വിളിക്കണത് എന്താ? മൂർഖാന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് കേമായിട്ട് അവഞ്ഞിരും ഞെളിഞ്ഞും കൊണ്ട് നിന്നു. എന്താ, അസ്മാദികൾ എല്ലാവരും കൂടെ എന്നെ കാണാൻ എന്താ ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? എന്റെ പേരാ കൗണ്ടിന്യൻ എന്നുള്ളതേ. കൗണ്ടിന്യൻ. ഈ അനധികമംഗല ഗ്രാമം ഇനി അധികം പിഴയ്ക്കാനില്ല ഇല്ലേ? ഇപ്പൊ തന്നെ നശിച്ച് ഇതൊക്കെ ഇല്ലാതെ കണ്ടായി. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് രാജസേവകനായിട്ട് പോണം. എനിക്ക് സന്തോഷമായി. ഞാനും ഇങ്ങനെ മോഹിച്ചു കൊണ്ടിരിക്കുക. എന്തപ്പോ എനിക്ക് ഒരു പ്രവൃത്തിയില്ല. അത് മാത്രല്ല, ഈ രാജസേവകന്മാർക്കൊക്കെ ആവുമ്പോ വാഹനങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലേ? ഇപ്പൊ കുതിരകളൊക്കെ ആയിട്ടാവും, ആനയായിട്ടുണ്ടാവും. തന്നെയാവും ഞാൻ സേവിക്കേണ്ടത്. അത് തന്നെയാവും എന്റെ തുടര് എന്ന് നിശ്ചയിച്ച് ഞാൻ അവിടെ അങ്ങോട്ട് ചെന്നു. അവിടെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് അവിടെ ഭടന്മാര് നല്ലോണം ഉണ്ട്. ഈ ഭടന്മാരുടെ പ്രവൃത്തി എന്താ? സ്വീകരിക്കുക. ഇപ്പൊ എന്നെ കണ്ടപ്പോ എന്താ എല്ലാവരും സ്വീകരിക്കാൻ തുടങ്ങി. ഇവിടെ എങ്ങനെയാണ്, ഞാൻ വന്നപ്പോഴത്തെ സ്വീകരണമൊക്കെ കേമായി. വരാം വരാം വരാം. അതെ, സ്വീകരിക്കാൻ പറ്റിയ ആളാ. എന്നാ വരാം. ഇതിപ്പോ എന്നെയാ സ്വീകരിക്കണം, ഞാൻ അങ്ങോട്ട് സ്വീകരിക്കണം. ഇതെന്താ മനസ്സിലാവൂലേ? വരാം 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 വരാം. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. നേരത്തെ കാണാൻ എനിക്ക് കുറച്ച് എളുപ്പമുണ്ടായിരുന്നല്ലോ. സ്വീകരിക്കാം വരാം. പുഷ്പങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ഹാരമൊക്കെ തന്നെ ഭംഗിയായിട്ട് സ്വീകരിച്ച് ഞാൻ മഹാരാജാവിന്റെ അന്തപുരത്തെങ്കിൽ അങ്ങോട്ട് എത്തിയപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, പേര് എങ്ങനെയാ തന്റെ? എന്റെ പേര് കൗണ്ടിന്യൻ എന്നാണ്. ഏത് കാര്യം ഉണ്ടാവും ആദ്യം എന്താ വേണ്ടത്? വിദ്യാഭ്യാസം ഉണ്ടാവുമെന്നാ ചോദിക്കുക. അല്ലെ, ഏത് പ്രവൃത്തിക്ക് പോയാലും ആദ്യം ചോദിക്കുക എന്താ? മുൻപരിചയം ഉണ്ടാവുമെന്ന്. ഇങ്ങനെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ പുതിയ ആളുകൾക്കൊക്കെ അവസരം ഉണ്ടാവുമോ? അത് ചോദിച്ചു, എന്നോട് ചോദിച്ചു എന്താ തന്റെ വിദ്യാഭ്യാസം? അപ്പൊ എനിക്ക് മനസ്സിലായില്ല. എന്താ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ ഒരു അഭ്യാസമാണെന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട്, അല്ലാണ്ട് പഠിക്കലൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല. തന്റെ വിദ്യാഭ്യാസം ഇങ്ങനെ ഓത്തുണ്ടായിട്ടുണ്ടോ? ഓത്ത് മുത്തച്ഛന്റെ കാലത്ത് ഒരു 4 ഉണ്ടായിരുന്നു.
അച്ഛന്റെ കാലായപ്പോ അത് 2 ഞാൻ ഉണ്ണിയായിരിക്കുന്ന സമയത്ത് അത് കോരന് കൊടുത്തു. ഇനി കോരൻ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. എന്തിന്റെ കാര്യം താൻ പറയണത്? പോത്ത്. എടോ പോത്തല്ല, ഓത്ത് ഓത്ത്. അപ്പൊ തന്നെ മനസ്സിലായി, എനിക്ക് അക്ഷരാഭ്യാസം ഇല്ലാതെ മനസ്സിലായി. ഇനി തന്റെ ഇല്ലത്തൊക്കെ എന്താ വിശേഷം? ഇല്ലത്തെ കാര്യമൊന്നും പറയാണ്ടിരിക്കാ ഭേദം. ദാരിദ്ര്യം നല്ലോണം കലശലായി. ദാരിദ്ര്യോ അതെന്താ അത് പറയാ? എങ്ങനെയാ അത് പറയാ? താനൊന്ന് പറഞ്ഞു തരിക എങ്ങനെയാന്ന്. ഞാൻ പറയാം. ഇല്ലത്ത് ഒരു കാലത്ത് കൃഷി നല്ലോണം ഉണ്ടായിരുന്നു. കൃഷി നല്ലോണം ഉണ്ടായാലും എന്താ ഉണ്ടാവുക? നെല്ല് നല്ലോണം ഉണ്ടാവും. നെല്ല് നല്ലോണം ഉണ്ടായാലും എന്താ ഉണ്ടാവുക? അരി നല്ലോണം ഉണ്ടാവും. അരി നല്ലോണം ഉണ്ടായാലും എന്താ ഉണ്ടാവുക? ചോറ് നല്ലോണം ഉണ്ടാവും. ചോറ് നല്ലോണം സുഖമായിട്ട് ഞങ്ങൾ ചെലുത്തുന്നു മാത്രമല്ല, അങ്ങനെ ഇരിക്കുന്ന കാലത്ത് അവിടെ ഇല്ലത്തിന്റെ വടക്കേ പുറത്ത് ഒരു മുരിങ്ങ ഉണ്ടായിരുന്നു. ആ മുരിങ്ങ ആരും ഗൗനിക്കാറില്ല. എന്താ, ചോറിനാണ് അവിടെ സ്ഥാനം മുഴുവന്. ചോറിന്റെ സ്ഥാനം നല്ലോണം ഉണ്ടായ എന്താ ഉണ്ടാവുക? എല്ലാരും ചോറിനെ ബഹുമാനിക്കുള്ളൂ. ചോറ് നല്ലോണം കഴിക്കും. കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി? കൃഷി ഇല്ലാണ്ടായി. കൃഷി ഇല്ലാണ്ടായപ്പോ എന്തുണ്ടായി? ചോറ് കുറഞ്ഞു. ചോറ് കുറഞ്ഞപ്പോ എന്തുണ്ടായി? ചോറിന്റെ കാര്യം പറഞ്ഞപ്പോ ചാടി ഓടിയവല്ല. ചോറിന്റെ സ്ഥാനം മുഴുവൻ ആര് കൈയടക്കി? വടക്കോർത്തെ മുരിങ്ങ കൈയടക്കി. അപ്പൊ മുരിങ്ങ കഴിക്കേണ്ട ഒരു സാധനമാണ് അല്ലേ? എല്ലാവരും ഉത്സാഹിച്ച് പുറപ്പെടേണ്ട ഈ മുരിങ്ങ കഴിക്കാനായിട്ട്. ഇങ്ങനെ ചോറിന്റെ സ്ഥാനം മുഴുവൻ മുരിങ്ങ കൈയടക്കി എന്ന് മാത്രമല്ല, അതിലൂടെ മഹാരാജാവിന് മനസ്സിലായി എന്താ, അവിടെ കൃഷിയൊന്നുമില്ല, അതുകൊണ്ട് ദാരിദ്ര്യമാണെന്ന് മഹാരാജാവിന് മനസ്സിലായി. പിന്നെ എന്നോട് ചോദിക്കണ്ടായി, എടോ തനിക്ക് അഭ്യാസം എങ്ങനെ ഉണ്ടായിട്ടുള്ളത്? അക്ഷരാഭ്യാസത്തിന്റെ കാര്യം ഒന്നും കൂടെ പറയാ. അക്ഷരാഭ്യാസം നന്ന പരിങ്ങലാണ്. എന്നാലും എത്ര കണ്ടുണ്ടെന്ന് പറയാ. അത് ഞാൻ ഉണ്ണിയായിരിക്കണ സമയത്ത് അച്ഛൻ എന്നെ മടിയിൽ പിടിച്ചിരുത്തി കേട്ടോ. ഒരു വിളക്ക് ഇവിടെ വെച്ചു, അവിടെ ഒരു അരി, അതിൽ നാളികേരം, അതിൽ പഴം, അങ്ങനെ എന്തൊക്കെയോ വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്റെ നാവ് ഇങ്ങോട്ട് പിടിച്ചു. എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് എന്റെ നാവ് അങ്ങോട്ട് പിടിച്ചപ്പോ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരു കടികൾ കൊടുത്തു. അപ്പൊ തന്നെ അച്ഛന് മനസ്സിലായി എന്റെ ഒരു പ്രകൃതി എന്താന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, ഉണ്ണി ഹരി എന്ന് പറയൂ, ഹരി എന്ന് പറയൂ. എനിക്ക് മനസ്സിലായി, ഹരി എന്ന് പറഞ്ഞാൽ പിന്നെ ശ്രീ പറയണം, പിന്നെ ഗാ ബാ നാ ബാ, അങ്ങനെ കുറെ പറയേണ്ടി വരും. അപ്പൊ എനിക്ക് അത് പറയാണ്ടിരിക്കാൻ എന്താ വേണ്ടത്? ഞാൻ മിണ്ടാണ്ടിരുന്നു. ഉണ്ണി ഹരി എന്ന് പറയൂ, ഹരി എന്ന് പറയൂ. അപ്പൊ എന്റെ നോട്ടം മുഴുവൻ ഈ ശർക്കരയില. അച്ഛ അച്ഛ അക്കര അക്കര ശർക്കര ശർക്കര. ഇനി ശർക്കരയല്ല, ഹരി എന്ന് പറയൂ. അച്ഛ അച്ഛ പാപ്പം പാപ്പം മോം മോം മോം. ഉണ്ണി മോമൊക്കെ പിന്നെ തരാ, ഹരി എന്ന് പറയൂ. ഇല്ല അച്ഛാ ഞാൻ പറയില്ല അച്ഛാ. അപ്പൊ അച്ഛന് തോന്നി ഹരി എന്ന് പറയണ്ട, ഇനി അരിന്നെങ്കിലും പറയൂലോ. അതിന് ഇലയിൽ അവിടെ അരി വെച്ചിട്ടുണ്ട്. ഉണ്ണി ഇതെന്താ സാധനം, ഇതിന്റെ പേരെന്താന്ന് പറയൂ. അപ്പൊ എനിക്ക് തോന്നി അരി എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഹരിയാക്കും അച്ഛൻ. അച്ഛൻ അങ്ങനെയുണ്ട്, പറഞ്ഞ് പറഞ്ഞ് പറപ്പിക്കണ ആളാ എന്റെ അച്ഛനെ. അപ്പൊ എനിക്ക് തോന്നി ഇതിന്റെ ഒരു സമ്പ്രദായം ഒന്ന് മാറ്റാം. അച്ഛാ ഉണ്ണി പറയൂ, ഈ കാണുന്നത് എന്താ, ഇതെന്താന്ന് പറയൂ, ഇതെന്താന്ന് പറയൂ. അച്ഛാ ഇത് കോരനും ചക്കിയും കൂടെ ആ പാടത്തുനിന്ന് കൊണ്ടുവന്ന് ഒരപ്പുരയിലിട്ട് കുത്തി ഉണ്ടാക്കണം, നെല്ലിന്റെ ഉള്ളിലെ കുരു. അന്ന് എന്റെ അച്ഛൻ ഒരു അനുഗ്രഹിക്കലുണ്ടായിട്ടുണ്ട്. എന്താ, ഉണ്ണി നിനക്ക് വാഗ്വിലാസം ഉണ്ടാവട്ടെ, നിനക്ക് വാക്കിന് വൈഭവം ഉണ്ടാവട്ടെ എന്ന് എന്റെ അച്ഛൻ എന്നൊരു അനുഗ്രഹിക്കലുണ്ടായിട്ടുണ്ട്. അച്ഛന്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അങ്ങനെ അപ്പൊ എനിക്ക് മഹാരാജാവ് ഒരു മനസ്സിലായി, അക്ഷരാഭ്യാസം ഇല്ല എന്ന് മനസ്സിലായി. പിന്നെ ചോദിക്കണ്ടായത്, തനിക്ക് കലാവിദ്യകൾ എന്തെങ്കിലും പ്രാവീണ്യമുണ്ടോ? കല എന്ന് കേട്ടിട്ടുണ്ട്. എന്താ, എന്റെ ഇല്ലത്തിന്റെ അടുത്തുള്ള ഒരു സ്ത്രീയാ കല എന്ന് പറയണത്. കലാവിദ്യ എന്നൊക്കെ കേട്ടോ, വിദ്യ ഉണ്ട്, പ്രാവീണ്യില്ല, പ്രവീണയുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളെ പരിചയമില്ലാണ്ടതല്ലാണ്ട് എനിക്ക് കലാവിദ്യ ഒന്നും പരിചയം. തനിക്ക് കലാവിദ്യ എന്ന് പറഞ്ഞാൽ സർഗവാസനകൾ എഴുതുക, വരയ്ക്കുക, പാടുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നും പറയാൻ പറ്റണതൊന്നുമില്ല. എന്നാലും ഓടക്കോഴിൽ വായിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്താ അത്? ഓടക്കോഴിൽ വിളിക്കും. അതാ ഞാൻ ചോദിച്ചത്, തനിക്ക് ഓടക്കോഴിൽ വിളിക്കാനൊക്കെ സമർത്ഥിയുണ്ടോ? ഓ, ഏത് കോഴയാ വിളിക്കുക? വലുതാണോ ചെറുതാണോ? തന്നപ്പ വിളിക്കും. അങ്ങനെയാ പ്രകൃതം. എന്നാ കൊണ്ടുവരാൻ പറയട്ടെ. വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
താൻ ഓടക്കോഴിലായിട്ടാ പുറപ്പെട്ടത്? ഓടക്കോഴില്ല, പക്ഷെ ഞാൻ അതിന്റെ ശബ്ദം ഉണ്ടാക്കും. ഇപ്പൊ അങ്ങനെയുണ്ട് ആളുകള്. വാദ്യം ഇല്ലെങ്കിൽ അതിന്റെ ശബ്ദം ഉണ്ടാക്കുന്ന ആളുകളില്ലേ? താൻ ആ കൂട്ടത്തിൽ പെട്ടതാ. ഞാൻ ഇപ്പൊ നേരെയാക്കാം. ഏതോടക്കോഴിനെ വിളിക്കേണ്ടത്? താൻ ഒരു കാര്യം ചെയ്യാ, തുടക്കല്ലേ ഉള്ളൂ, ചെറുതായിക്കോട്ടെ, ചെറിയ ഓടക്കോഴിനൊന്ന് വിളിക്കാം, എന്നിട്ടാവാൻ വലുത്. ഒപ്പം വിളിക്കാം. എന്നാ വേഗം വിളിച്ചോടാ, സമയം ഇപ്പൊ അധികമൊന്നുമില്ല, വേഗത്തിൽ തന്നെ ആയിക്കോട്ടെ. ആ ചെറിയ ഓടക്കോഴേ. എടോ ഇങ്ങനെ പറഞ്ഞ ഇനി വലിയ ഓടക്കോഴിന്റെ കാര്യം പറയണ്ട. ഇതെങ്ങനെയാവും? ഓടക്കോഴിന്റെ കാര്യം മനസ്സിലായി, എന്നാ അത് വേണ്ട. നീ തനിക്ക് വീണ വായന പരിചയമുണ്ടോ? സ്വതേ വീഴലാണ് പതിവ്. അല്ല വീഴല്ല, വീണ വായന പരിചയമുണ്ടോന്ന്? പരിചയമുണ്ട്. അതിനാദ്യം എന്താ വേണ്ടത്? ഒരു പുസ്തകം തരണം. പുസ്തകം തരിച്ചാൽ എനിക്ക് പുസ്തകം നോക്കിയിട്ടാണോ ആ വീണ വായിക്കാം? ഏതല്ല, ആദ്യം പുസ്തകം കയ്യിലെടുക്കും, എന്നിട്ട് ഞാനൊന്ന് വീഴും, എന്നിട്ട് വായിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താ? വീണ വായന. എടോ വീണ വായന എന്ന് പറഞ്ഞ വീണിട്ടുള്ള വായനയല്ല. വീണ വായിക്കാൻ പറ്റുമോന്ന്? ഇല്ല, വീണ വായിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും എന്റെ കലാപരിജ്ഞാനം എന്താണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായി എന്ന് മാത്രല്ല, എന്റെ തോഴര് അർജുനൻ അദ്ദേഹം പറഞ്ഞു, ഡോ കൗണ്ടിന്യാൻ, താൻ ഇവിടെ കൂടിക്കോളൂ, തനിക്ക് അതിന്റെ ഐശ്വര്യൊക്കെ ഉണ്ടാവും. ഞാൻ അവിടെ കൂടിയെന്ന് മാത്രല്ല, അവിടെ കൂടിയപ്പോ എനിക്ക് എന്തായി? സമാധാനം മാത്രമേ ഉള്ളൂ. എന്താ? സന്തോഷത്തിന് യാതൊരു കുറവില്ല. ഈ സന്തോഷം എപ്പോഴാ ഉണ്ടാവുക? എങ്ങനെയാ ഉണ്ടാവുക സന്തോഷം? ഇങ്ങനെ കാല് ഇറക്കിയിരുന്നാ പോരെ. സന്തോഷം എങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്നത്? സന്തോഷം എങ്ങനെയാ ഉണ്ടാവുക? മറ്റുള്ള ആളുകള് സന്തോഷിക്കണത് കാണുമ്പോ അവനോട് സന്തോഷം ഉണ്ടാവുക. അങ്ങനെയാണ് ആദ്യത്തെ സന്തോഷം കേമാവുക, ഇല്ലേ? അല്ലാണ്ട് മറ്റുള്ളവൻ ദുഃഖിക്കണത് കാണുമ്പോ അതെ നല്ല രസം, അത് നന്നാണോ? അത് നന്നല്ല. പരസ്പരന്റെ ആനന്ദത്തിലുണ്ടാകുന്ന സന്തോഷമാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. പിന്നെ ഉണ്ടാവേണ്ടത് സൽക്കർമ്മങ്ങൾ ചെയ്യുക. സൽക്കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണ സമയത്ത് അവനോന് തന്നെ ഒരു അനുഭൂതി ഉണ്ടാവും, ഇല്ലേ? അപ്പൊ നിങ്ങളൊക്കെ ഇന്നല്ലേ പുറപ്പെട്ടേക്കണത്? പലതരത്തില് പരിചരണ ആയിട്ടൊക്കെ പുറപ്പെട്ടു പോണ സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവും. അവർക്കൊരു കാര്യം ചെയ്തു കൊടുത്താൽ എന്താ ഉണ്ടാവുക? അവർക്കൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം സ്വയം അനുഭവിക്കുക എന്താ ഉണ്ടാവുക? അവനോനെ ഒരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവണം, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള സന്തോഷം എനിക്ക് അവിടെ നല്ലോണം ഉണ്ട്. ഇനി അത് മാത്രല്ല, ഭക്ഷണം നല്ലോണം തരാവും. എനിക്ക് അതാണ് വേണ്ടത്. എവിടെ പോയാലും ഞാൻ ആദ്യം നോക്കുക കലവറയിലേക്ക്. ഇവിടെ എന്നാണെങ്കിൽ എരിശ്ശേരി, പുളിശ്ശേരി, കാലൻ, നോലൻ, ഉപ്പിലിട്ടതൊക്കെ ആയിട്ട് നല്ല ചതുർവിധ ഭോജ്യരസ ഭക്ഷണം അതങ്ങോട്ട് നല്ലോണം കുഴയ്ക്കുക, നല്ലോണം ചെലുത്തുക. ഇത് സാധാരണ പോലെയുള്ള ആളുകളൊന്നും അല്ല വിളമ്പണത്. വിളമ്പ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിളമ്പലിന്റെ കഥയൊന്നും പറയാത്തതാ ഭേദം. ഒരു കാലത്തൊക്കെ എങ്ങനെയാ വിളമ്പിയിരുന്നത്? ഒരടുത്ത് വന്നിരിക്കും, ഇപ്പൊ തൂങ്ങി വീഴുന്നട്ടോ തോന്നണേ. ഭംഗിയായിട്ട് എല്ലാവരും ഇരുത്തത് മാത്രല്ല, അവരൊന്ന് ചോദിക്കും, കുറച്ചും കൂടി ചോറിട്ടെ, വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ടോ? ഒന്നും തരാവാറില്ലേ, കുറച്ചും കൂടി ചോറിട്ടെ എന്ന്. അത് കേട്ടാൽ തന്നെ നമുക്കൊരു സന്തോഷം, കഴിക്കാൻ തോന്നും. ഇപ്പോ നമ്മുടെ ആളുകളൊക്കെ വിളമ്പാൻ പുറപ്പെടും. വിളമ്പുമ്പോ തന്നെ തുടങ്ങും, എന്താ മതിയോ മതിയോ മതിയോ? അത് കേട്ട അപ്പൊ മതിയോ? ഇനി അത് മാത്രല്ല, ഒരു കാലത്തൊക്കെ നമ്മുടെ അടുത്ത് വന്ന് വിളമ്പലുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറ്റി. വിളമ്പാനുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് അവരൊരു സ്ഥലത്ത് നിൽക്കേയുള്ളൂ. നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു പാത്രമായിട്ട് അങ്ങോട്ട് പോകണം, എന്നിട്ടോ വല്ലതും തരണേ. ഇങ്ങനെ മോളിൽ കൂടെ പോണത് എന്തോ താഴ്ത്ത് വിടുന്നാ തോന്നുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതികേമന്മാരായിട്ടുള്ള ആളുകള് ഭംഗിയായിട്ടുള്ള ഭക്ഷണം തരുന്നു. അത് ചതുർവിധ ഭോജ്യരസങ്ങളോട് കൂടിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? പച്ചടി കഴിഞ്ഞാലോ കിച്ചടി, കിച്ചടി കഴിഞ്ഞാലോ കിടികിടി. അങ്ങനെ പറഞ്ഞാൽ എന്താ? പച്ചടി കിച്ചടി നല്ലോണമായി കിടികിടി എന്നാവും. അങ്ങനെ ഭക്ഷണങ്ങള് ഇനി അടപ്രഥമൻ, പ്രഥമൻ, ചക്കപ്രഥമൻ, പഞ്ചാരപ്രഥമൻ, ആ പ്രഥമനോട് കൂടിയിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഭക്ഷണം. ആ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഞാൻ സുഖമായിട്ട് കൂടുന്നു. ഇത് മാത്രല്ല, തേച്ചു കുടിക്കാനുള്ള എണ്ണ. അവന് സന്തോഷമായി. സാധാരണ പോലെയുള്ളതൊന്നല്ല, തേച്ചു കുടിക്കാനുള്ള എണ്ണ. അപ്പൊ എന്നോട് ചോദിച്ചു, കൗണ്ടില്ലേ തനിക്ക് ഏത് എണ്ണയാ വേണ്ടത്? പച്ചെണ്ണ വേണോ കാച്ചിയെണ്ണ വേണോ? അപ്പൊ ഞാൻ നിരീക്ഷിച്ചു. കാച്ചിയെണ്ണ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ പപ്പടം കാച്ചിയന്റെ ബാക്കിയൊന്നും. പപ്പടം കാച്ചിയന്റെ ബാക്കിയൊന്നല്ല. കാച്ചിയെണ്ണ എന്ന് പറഞ്ഞാൽ അനവധി വിശേഷമായിട്ടുള്ള കൂട്ടുകൾ ഇട്ടിട്ടുള്ളതാ. ഇനി അതൊക്കെ ഇനി ഞാൻ തേക്കൊന്നും വേണ്ട, അതൊക്കെ തേക്കാനുള്ള ആളുകളുണ്ട്. എനിക്ക് രോഗം വന്നാൽ ശുശ്രൂഷിക്കാനുള്ള ആളുകൾ എന്തിനു പറയണോ? അവിടെ വളരെ
സന്തോഷായിട്ട് ഞാൻ അവിടെ കൂടിയേക്കണു. എത്രയാ സന്തോഷം എന്ന് കണക്കില്ല. അങ്ങനെ ഞാൻ അവിടെ സുഖമായിട്ട് അവിടെ വസിക്കണു. ആ സമയത്താണ് എന്റെ രാജധാനിയാണല്ലോ, ഈ രാജധാനിയില് പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവില്ലേ. അത് ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടാവും, സമ്പന്നന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും, മന്ത്രിമാരുണ്ടാവും, തന്ത്രിമാരുണ്ടാവും. ഇനി അത് മാത്രല്ല, അത് കേമന്മാരായിട്ടുള്ള പ്രബലന്മാരായിട്ടുള്ള സൈന്യങ്ങളുണ്ടാവും. പിന്നെയോ ആ വൈദ്യന്മാരുണ്ടാവും. പിന്നെയോ രോഗികളുണ്ടാവും ഇല്ലേ. പലതരത്തിലുള്ള രോഗികൾ ഉണ്ടാവുക. അത് പലതരത്തിൽ ഇന്നതൊന്നുമില്ല. അതിപ്പോ വിഭ്രാന്തിയുള്ള ആളുകളുണ്ടാവും ഇല്ലേ, ഭ്രമമുള്ള ആളുകളുണ്ടാവും. അങ്ങനെ അവരെ ചികിത്സിക്കാനായിട്ടുള്ള ആളുകളുണ്ടാവും. അവരെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ക്ലേശമായിട്ടുള്ളതാ അല്ലേ. മറ്റുള്ളതൊക്കെ മരുന്ന് അങ്ങോട്ട് കൊടുത്താൽ എന്താ ചെയ്യുക, അത് ഭേദാവും. എന്നാൽ ഇവിടെ മരുന്ന് മാത്രമാണ് കൊടുക്കേണ്ടത് അല്ല, പിന്നെയോ മനസ്സും കൂടെ ഉണ്ടാവണം. അങ്ങനെ മനസ്സ് കൊടുത്താൽ എന്തുണ്ടാവുള്ളൂ, അത് ഭേദാവുള്ളൂ. അതങ്ങനെ പലതരത്തിലുള്ള ഭ്രമക്കാരുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ചിരിക്കാനുള്ളതല്ല. പിന്നെയോ അവനോന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ, അങ്ങനെ കണ്ടിട്ടില്ലേ ചില ആളുകളൊക്കെ ജടയൊക്കെ നീട്ടി താടിയൊക്കെ നീട്ടി അങ്ങനെ നടക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരെ അതിന് പാകത്തിന് ചികിത്സിക്കുന്ന ആളുകൾ. അത് മാത്രല്ല ഇപ്പൊ ഉറക്കമില്ലാത്ത ആളുകൾ ഇല്ലേ. ആളുകളൊക്കെ തിരിക്കണത് എന്താ, ഉറക്കമില്ലാത്ത ആളുകളോ. ഇതിപ്പോ എന്താ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ, അത് കാര്യം അങ്ങനെയല്ല. ഉറക്കം പ്രധാനമായിട്ടുള്ളതാ. ഞാനും അതിൽ കുറച്ച് നിഷ്കർഷിക്കാറുണ്ട്. എന്താ, എനിക്ക് ഉറങ്ങാനാ ഇഷ്ടം. അങ്ങനെ ഉറക്കമില്ലാണ്ടേ എന്താ, രാത്രി സമയമായാൽ പിന്നെ ഉറങ്ങലൊന്നും അല്ല ശ്രദ്ധേ. താമ്പൂല പ്രയോഗം, ഈ താമ്പൂല പ്രയോഗത്തില് നോക്കി എന്തായിന്നല്ലേ, കഴുത്തിന് മഹാമാഷ തൈലം പരത്തേണ്ട അവസ്ഥ ഇങ്ങനെയുണ്ടാവുക. ഇങ്ങനെ നോക്കി നടന്ന് എന്തായിന്നല്ലേ, നേരെ നോക്കി നടക്കണ ആളുകളേ ഇല്ല. ഒക്കെ നടക്കണ ഇങ്ങനെ നടക്കണം. അവനോന്റെ ഗൃഹത്തിലെ ആളുകൾ തന്നെ ഒന്നും കാണില്ല. അങ്ങനെ ആയിട്ടുണ്ട് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഉറക്കമില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ ഇനി പരസ്പര വൈരുദ്ധായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്ന ആളുകൾ അതുണ്ടാവുമല്ലോ ചില ആളുകൾക്ക്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുണ്ടെങ്കിലും മറ്റുള്ള ചില ശബ്ദങ്ങൾ കേൾക്കുക അല്ലേ. അത് ചില യക്ഷിമാര്, ചില ഗന്ധർവന്മാര്, ചില പൈശാചിക ശക്തികള്, ഇങ്ങനെ പലതിന്റെയും ശബ്ദങ്ങൾ കേട്ടു തോന്നുക. അങ്ങനെ വിഭ്രാന്തിയുള്ള ആളുകൾ ഉണ്ടാവും. ഇനി വെള്ളം കണ്ടാൽ പരിഭ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവും, അഗ്നി കണ്ടാൽ പരിഭ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇനി അവരെ ചികിത്സിക്കാനായിട്ടുള്ള ആളുകൾ എന്തിനു പറയണോ, അവരെ ചികിത്സിക്കാനായിട്ടുള്ള ആളുകൾ രാജധാനിയിൽ ഉണ്ടായിരുന്ന ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ കാരണം എന്താണെന്നാണെങ്കിൽ അതിനൊരു കാരണം എന്താ. പലരും ധരിച്ചേക്കണത് ഈ ശരീരത്തിന് ഉണ്ടാവണ അസുഖം മാത്രമാണ് കേമെന്നിരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ മനസ്സിനെ ബാധിച്ച കാര്യാക്കാനില്ല എന്ന് തിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ശരീരത്തിനുണ്ടാവണ അസുഖം പോലെ തന്നെ പ്രാധാന്യമാണ് എന്ത്, മനസ്സിനെ ബാധിക്കണതും. അപ്പൊ അതിനെ ചികിത്സിക്കുന്ന ആളുകള്, ഭക്ഷണം തരുന്ന ആളുകള് എന്തിനു പറയണു, ഞാൻ അവിടെ സുഖമായിട്ട് കൂടുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് എന്റെ തോഴരോടുകൂടെ ഞാൻ തീർത്ഥസ്നാനത്തിന് പുറപ്പെട്ടു. അതെന്താ, എന്റെ ആ തോഴര് അവരുടെ ഭാര്യ തത്രപൗതി പാഞ്ചാലി, ആ പാഞ്ചാലിയെ 5 ഭർത്താക്കന്മാരും കൂടി ശീലിക്കണത് നന്നല്ല എന്ന് തിരിച്ച് നാരദ മഹർഷി അവിടെ ഒരു സത്യം ചെയ്യലുണ്ടായിപ്പോ പാഞ്ചാലിയുടെ പുറപ്പാടായി. അക്കണ്ട വാഴ വെച്ചു, അക്കണ്ട ചേന വെച്ചു, പാഞ്ചാലി എന്താ ശ്രീനാരദ മഹർഷിയുടെ കൽപ്പന എന്താണെന്നാണെങ്കിൽ ഓരോ മത്സരം വീതം ഓരോരുത്തരായിട്ട് ജ്യേഷ്ഠത്തിയുടെ കൂടെ വസിക്കുക. ആ സമയത്ത് ആരെങ്കിലും കണ്ടാൽ തീർത്ഥസ്നാനത്തിന് പോണം എന്നുള്ള ഒരു കാര്യം കൂടി കൊടുക്കലുണ്ടായി. ആ സമയത്താണ് ഒരു ബ്രാഹ്മണൻ പുറപ്പെട്ടു. അവന്റെ പശുക്കളെ ആരോ ഉപദ്രവിച്ചു കൊണ്ടുപോയി. അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ വന്നു എന്ന് മാത്രല്ല, അത് കേട്ടതോടുകൂടെ എന്റെ തോഴര് ആയുധങ്ങൾ എടുക്കാനായിട്ട് പോയി എന്ന് മാത്രല്ല, ധർമ്മപുത്രരോട് കൂടിയിരിക്കുന്ന ആ പാഞ്ചാലിയെ കണ്ടു, സത്യഭംഗം സംഭവിച്ചു. അങ്ങനെ ഞാനും തോഴരും ഈ തീർത്ഥസ്നാനത്തിന് പുറപ്പെട്ടു. എന്താ, രാജധാനിയിൽ സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന ആളാ ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഈ തീർത്ഥസ്നാനത്തിന് വന്നപ്പോഴോ ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, പ്രകാശവും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ വളരെ ദുഃഖിതനായിട്ട് ഞാൻ തീർന്നു. രാജധാനിയിൽ ഇരിക്കുന്ന സമയത്ത് പരമാനന്ദമായിട്ട് കൂടിയിരുന്ന ഞാൻ തോഴരുടെ കൂടെ ഈ തീർത്ഥസ്നാനം ഈ കാട്ടിലേക്ക് അങ്ങോട്ട് വന്നപ്പോഴോ എനിക്ക് അനുഭവിക്കാൻ പറ്റണതൊന്നും അനുഭവിക്കാൻ പറ്റണില്ല. ഇത്
ആരുടെ കർമ്മദോഷ? എന്റെ കർമ്മദോഷം എന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ വളരെ ഭംഗിയായിട്ട് അവിടെ കുടിയേറ്റണു. എന്നാൽ ശരിയാറെ കണ്ടായി ഞാൻ തുടരടുകൂടെ തീർത്ഥസ്നാനത്തിനായിട്ട് പുറപ്പെട്ട് സുഖങ്ങളെ വെടിഞ്ഞും കൊണ്ട് വിഷമിച്ചും കൊണ്ട് എവിടെ വർദ്ധിക്കുകയും ചെയ്തു. ഇത്രയും നേരം ഈ വളരെ ലളിതമായ അവതരണം സഹിച്ചും ക്ഷമിച്ചും കേട്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ ചാക്യാർകൂത്തിൽ എന്നിവിടെ അവതരിപ്പിച്ചത് വിദൂഷകന്റെ ചെറിയൊരു ഭാഗമാണ്. അദ്ദേഹം തീർത്ഥസ്നാനത്തിന് വരുന്നത് വരെയുള്ള ചെറിയൊരു ഭാഗമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും സാധാരണഗതിയിൽ ചാക്യാർകൂത്ത് പറയുന്ന സമയത്ത് എതിർത്ത് പറയുക, തിരിച്ചു പറയുക, വേദിയിലേക്ക് വരിക, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇവിടെ അതൊന്നുമില്ലാതെ വളരെ കൃത്യമായ അച്ചടക്കത്തോടെയും ഇതിനെ ഒരു കലയായി പരിഗണിച്ചുകൊണ്ട് പൂർണ്ണമായ ആസ്വാദന തികവോടെ ഈ പരിപാടി കേട്ടിരുന്ന് ഈ ഒരു സ്ഥാപനത്തിൻ്റെ സാംസ്കാരിക ബോധത്തെ കാണിച്ചു തന്ന എല്ലാ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതും പ്രധാനമാണ്. അത്തരത്തിൽ എന്നെ ഇത്രയും നേരം കേട്ട് പലർക്കും ഇത് പുതിയതായിട്ടുള്ള ഒരു അനുഭവമായിരിക്കാം. ചാക്യാർകൂത്ത് ഞങ്ങളിവിടെ ക്ഷണിച്ചിട്ടുള്ള മാഷ്ക്കും അതുപോലെ ഡോക്ടർ സാർ അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും ശബ്ദ വെളിച്ചം നൽകിയ സുഹൃത്തുക്കൾക്കും എല്ലാവരോടും നന്ദി പറയുന്നു. ഇത് പറയുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ കലയുടെ ഒരു അവകാശമാണെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു കലാമണ്ഡലം.